എലിസ എലിസ മീറ്റിംഗ് തീർന്നാ? തള്ള ഇത് ഇത്ര നേരമായിട്ട് തീർന്നില്ല. ഇത് എന്തൊരു സംസാരിക്കണത്? This is all because of you, Mr. Santosh. I am very proud of you. 6 മണിക്കുള്ളിൽ എനിക്ക് വീട് പിടിക്കണം. അയ്യോ, എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ല. എലി സാറിനോട് പറഞ്ഞെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയെന്ന് കേട്ടാ. നോല, എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. യൂട്ടല്ല. നിനക്ക് എന്ത് പറഞ്ഞാലും ഒരു ലാല. നമ്മുടെ ഇന്നത്തെ കാര്യം പോക്ക് തന്നെ. No. This is your punctuality. ജോലിയോടുള്ള ഈ സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ, ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിന് മാസം ശമ്പളം തരുന്നുണ്ട്. തങ്ങുന്നതിന് വലിയൊരു ഫ്ലാറ്റ് തന്നിട്ടുണ്ട്. ഫോൺ ബില്ല് മുതൽ വന്നു പോകുന്നവരെയുള്ള എല്ലാ ചിലവുകളും ഞാൻ എൻ്റെ ഡ്യൂട്ടിയല്ലേ സാർ ചെയ്യുന്നത്. ഗുഡ് മിസ്റ്റർ സന്തോഷ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. സാർ എന്താ ഇവിടെ വന്ന് ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യായിരുന്നു. സാറാണെങ്കിൽ പബ്ലിക് മീറ്റിംഗ് ആണോ ഓഫീസ് മീറ്റിംഗ് ആണോ എന്ന് മനസ്സിലാവാത്ത വിധത്തിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നല്ല. എല്ലാ ജോലിയും തീർന്നോ? ഓ, അതൊക്കെ എപ്പോഴേ തീർന്നു. എന്ത് ചെയ്താലും വെടിപ്പായിട്ട് ചെയ്യണം. ഇങ്ങനെയാണോ ഫയൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇത് ഫയല്, ഇത് നോട്ട്സ്. എനിക്ക് 6 മണിക്കുള്ളിൽ വീട് പിടിക്കണം. 6 മണിക്ക് പോകണമെന്നുള്ള ഒരു അറിയാലോ സാർ. അപ്പൊ 5:30 മണിക്ക് ജോലിയെല്ലാം തീർത്തിരിക്കണം സാർ. വെറുതെ വാചകം അടിച്ചോണ്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ശരി സാർ. ബാഗിൽ എടുത്തു വെച്ചിട്ട് പോ. ശരി സാർ. എന്റെ ബാഗ് ഇവിടെ ഉണ്ട് സാർ. പറഞ്ഞാ ചെയ്, ചിലക്കാതെ. സാർ ഈ ഫയൽസ് എല്ലാം മടക്കി വെച്ചാലും നാളെ വന്ന് വീണ്ടും തുറന്നു വെക്കാനല്ലേ പോണത്. വാച്ച്മാൻ തുലോൻ സുസുങ്കി ബറാങ്. ഡോക്ടർ ശരിക്കും വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ എനിക്കെല്ലാം മറന്നു പോവുകയാണ് ഡോക്ടർ. ഞാൻ ആര്, എവിടെയാണ് നിൽക്കണത്, എൻ്റെ പേരെന്താണ്, എൻ്റെ വീട് എവിടെയാണ് തുടങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല ഡോക്ടർ. ഇതാണോ നിങ്ങളുടെ പ്രോബ്ലംസ്? കുറച്ചുകൂടെ ഉണ്ട് ഡോക്ടർ. അടുത്ത ദിവസം രാവിലെ കുറേശ്ശെ ആയി സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കോഫി കുടിക്കുവോ? ഇല്ല ഡോക്ടർ, കുറേശ്ശെ ആയിട്ട് ഓർമ്മ തിരിച്ചു വരും കേട്ടാ. വെരി ഇൻട്രസ്റ്റിംഗ്. ഇതെന്താണ് ഇംഗ്ലീഷ് പടത്തിന്റെ കഥയാണെന്ന് വിചാരിച്ചാ? തള്ളേ സത്യമാണ് ഡോക്ടർ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു മെമ്മറി, വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ മറ്റൊരു മെമ്മറി. ഈ മെമ്മറിക്കാണെങ്കിൽ ആ മെമ്മറിയെ പിടിയില്ല, ആ മെമ്മറിക്കാണെങ്കിൽ ഈ മെമ്മറിയെ ഒട്ടും പിടിയില്ല. ഈ 2 മെമ്മറി കാർഡുകൾക്കിടയിൽ കിടന്ന് ഞാൻ ഞെരുങ്ങാണ് ഡോക്ടർ. ഇതൊരു പുതിയ രോഗമാണല്ലോ. പേര് വെച്ച് ആഘോഷിക്കണമെന്നാണ് പറയണത്. ഡോണ്ട് വറി, നിറയെ ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. തള്ളയെ ടെസ്റ്റുകൾ എടുക്കണമെങ്കിൽ വേഗം തന്നെ എടുത്തോളേ. അയ്യോ, മണി 6 ആവുമ്പോണല്ല. എന്റെ തന്റെ പേരെന്താ പറയൂ. എന്റെ പേരാ. പിന്നെ എന്റെ പേരാണോ ചോദിച്ചത്? നിന്റെ പേര് എനിക്ക് എന്തിനാണ്? നീ കമ്പൗണ്ടർ. ഓഹോ, അപ്പോ ആളെ കളിപ്പിക്കാനുള്ള പരിപാടി തന്നെ. ഓഹോ, 6 മണിയായില്ലേ? അപ്പോ അതാണ് പ്രശ്നം അല്ലേ? അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടാ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ പറയടാ മോനെ. വൈ ഐ ആം ഹിയർ. ഞാൻ ആര്, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഞാൻ ആരാണെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. അല്ലടാ നീ. ഹലോ. എവിടെയായിരുന്നു ഇത്ര നേരം? മോളിൽ ഫ്ലാറ്റ് ഡേ ആഘോഷം എന്ന് വെച്ചിട്ട് വീട് തുറന്നിട്ടിട്ട് TV, ലൈറ്റ്, ഫാൻ ഒക്കെ ഓൺ ചെയ്തിട്ട് പോകണമെന്നുണ്ടോ? ഇതെന്താ വീടാണോ സത്രമാണോ? സിൻസിയറായിട്ട് പകൽ കഷ്ടപ്പെട്ടതിന് എനിക്ക് കമ്പനി തന്ന ഫ്ലാറ്റ് ഇത്. എന്നാലും ഒരേ നാട്ടുകാരനാണല്ലോ, തങ്ങാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് കരുതില്ലേ നിന്നെ ഇവിടെ താമസിപ്പിച്ചത്. അത് നീ ഒരു വലിയ അഡ്വാൻറ്റേജ് ആക്കി. കമ്പനി നോക്കി കിട്ടിയ ഫ്ലാറ്റാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടൊരു വളിച്ച സെന്റിമെന്റ്സ്. എന്താ നീ പെരുവിറുക്കുന്നത്? ഒന്നുമില്ല, ചോക്ലേറ്റ് നിന്ന് വായിലൊട്ടിപ്പോയി, അതാ. നീ എന്താ പെരുവിറുത്തെന്ന് എനിക്കറിയാം. വാടക നീ തന്നെ കൊടുത്താലേ ഒരു ഉത്തരവാദിത്തം വരൂ, സമ്പാദിക്കണമെന്നൊരു മനസ്സ് വരുമെന്ന് കരുതിയാ നിന്നോട് വാടക ചോദിച്ചത്. ഒരു മാസമെങ്കിലും നീ വാടക തന്നിട്ടുണ്ടോ? നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എന്നോട് പുതിയ ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞില്ല, ഞാനെന്താ പോകത്ത്? അതിന് വാടക കയ്യിൽ നിന്ന് കൊടുക്കണ്ടേ? പിന്നെ ചോക്ലേറ്റ് വായിലൊട്ടി. അവിടെ എൻജോയ് ചെയ്യുന്നവരൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്തവരാ.
സ്വന്തം കാറുണ്ട്, സ്വന്തം വീടുണ്ട്. നിനക്കെന്തുണ്ട്? ആദ്യം ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ട് എൻജോയ് വന്നേ. വരാൻ ഒരു റൂമിൻ്റെ കിടപ്പുണ്ടോ? വെടുപ്പും വൃത്തിയില്ലാതെ. ബാച്ചിലേഴ്സ് റൂം ഇങ്ങനെ ഇരിക്കുക. ഞാനും ബാച്ചിലർ തന്നെയാണ്. എൻ്റെ റൂം എങ്ങനെ എടുക്കുന്നത്? അത് ക്രോണിക് ബാച്ചിലർ റൂം അല്ലേ? ശരി സീനിയർ, എന്താ കഴിക്കുന്നത്? എന്താണ് വിഷയം മാറ്റുന്നത്? അഡ്വൈസ് ചെയ്തിട്ട് ബോറടിച്ചിട്ടുണ്ടാവും. അല്ല സീനിയർ, ഇപ്പൊ വെക്കാൻ തുടങ്ങിയാലേ 10 മണിക്കുള്ളിൽ തീരൂ. നാളെ മോർണിംഗ് ഷിഫ്റ്റ് എനിക്ക് 7 മണിക്ക് പോകണം. എന്താ പാർട്ടിക്കൊന്നും ഇല്ലായിരുന്നു? ഞാൻ എന്നാ സീനിയർ ഒറ്റയ്ക്ക് പോയി കഴിച്ചേക്കണത്? ശരി സീനിയർ, എന്താ വേണ്ടെന്ന് പറ, ഞാൻ ഉണ്ടാക്കാം. നിനക്കെന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെക്കും. ശരി. സാറേ, മലയാളം പറയുന്ന പോലീസ് ചേട്ടാ. മലയാളിയുടെ സ്വഭാവം അറിയാലോ. മുതുകത്തടിക്കല്ലേ, നെഞ്ചത്തടിക്ക്. കൊഴുപ്പ് കൊണ്ടോ അവന്റെ കഴിവറടാ മോനെ. അല്ല സാറേ, എന്റെ ശരീരത്തിന്റെ ഷേപ്പ് അങ്ങനെയാ. ഞങ്ങളുടെ കുടുംബത്തിന് റോയൽ ലുക്കാ. മസാജ് അല്ല, സുഖ ചികിത്സയാ. പ്ലെയിനിൽ കയറാൻ പേടിയാ സാറേ. ഒന്നുകിൽ കെട്ടിടത്ത് കൊണ്ടുപോയി ഇടിക്കും, അല്ലെങ്കിൽ കാട്ടിലേക്ക് കടത്തി കൊണ്ടുപോകും. അഭിനയിക്കുന്നു. അവന്മാരിടിച്ച് നെട്ടുമ്പോൾ ഇളക്കി കളഞ്ഞു. Kamu semua kalau balik ke negara kamu pun takkan berubah. എന്തുവാടാ പറയുന്നത്? എന്തെങ്കിലും മനസ്സിലായോ? Kamu semua mesti dijatuhkan hukuman 1 tahun penjara. ഓക്കേ സാർ, വല്ലതും പിടികിട്ടില്ല. Baru kamu tahu. നമ്മളോട് ജോലി കളഞ്ഞിട്ട് പോകാൻ പറയണോ? നീ ഒന്നും ലോകത്ത് എവിടെ പോയാലും നന്നാവത്തില്ല നടാ. അത് ഇങ്ങേർക്കും മനസ്സിലായോ? നിന്നെയൊക്കെ ചാട്ടയ്ക്ക് അടിച്ച് ഒരു വർഷം ഉള്ളി തെള്ളിയാലേ മണ്ട തെളിയും. ചേട്ടാ അർജന്റാ. Okay. താങ്ക് യു. ശനിയല്ല, തിങ്കള്. ഹലോ, വഴി ഏതാ? ഓ ശരി. എന്താ ദൈവമേ, ഇയാളെങ്കിലും ഇയാൾക്കെങ്കിലും മനസ്സിലായല്ലോ. ഇയാള് പണ്ട് മലയാളിയാണെന്ന് തോന്നുന്നു. ഒന്ന് കിടക്കട്ടെ. ഓ ഓ അളിയാ ശക്തി. ആ ചാണ്ടി, നീ എങ്ങനെ ഇവിടെ എത്തി? ഓട്ടോ പിടിച്ചിങ് പോന്നു. എവിടുത്തുകാരനത്? അളിയാ, നീ മലേഷ്യയിലേക്ക് പോകുന്നില്ലേ? അപ്പൊ തൊട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് അവൻ മലേഷ്യയിൽ പോയി, നീ എപ്പോഴാ മലേഷ്യയിലേക്ക് കയറുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങിയടാ. എന്റെ അമ്മയ്ക്കാണെങ്കിൽ രാവിലെ എണീക്കുമ്പോ തൊട്ട് ഉറങ്ങുന്നത് വരെ മലേഷ്യയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. മാന്നൊരു അക്ഷരം പറഞ്ഞാൽ മതി, അപ്പ മലേഷ്യയിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കൂടാ. വേറെ വഴിയില്ലാണ്ട് കടം മേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ കയ്യിൽ 5 പൈസ ഇല്ലടാ. ആഹാരത്തിനും വഴിയില്ല. പോലീസ് പുറകെ തന്നെ ഉണ്ട്. കിടക്കാനും സ്ഥലമില്ല. നീ ആരുടെ മോനെ ആകെ ഒരു ഞാനും ഒരാളുടെ വീട്ടിലാ തങ്ങിയിരിക്കുന്നത്. അയാൾ ആളൊരു സ്ട്രേറ്റ് ഫോർവേഡാ. നിനക്ക് പാസ്പോർട്ടിലെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമല്ലോ. എന്നെ പേടിപ്പിക്കില്ലടാ. ഒന്ന് ചെയ്യാം, നീ എന്റെ പണക്കാരൻ ഫ്രണ്ട് നാട്ടിൽ നിന്ന് മലേഷ്യ ചുറ്റി കാണാൻ വന്നെന്ന് പറയാം. എന്നെ കണ്ട ഒരു കാശുകാരന്റെ ലുക്ക് ഉണ്ടല്ലേ? കാശുകാരന്റെ ലുക്കല്ല, പിച്ചക്കാരന്റെ ലുക്കാണുള്ളത്. വാ. എന്റെ അമ്മ. ഹലോ, മലേഷ്യയിലും ലിഫ്റ്റ് വർക്ക് ചെയ്യില്ലേ? ഇതല്ലേ നിന്റെ ഫ്ലാറ്റ്? എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മുറുക്കി തുപ്പിയതാ. നിന്നെ കാണാൻ വന്ന നമ്മുടെ നാട്ടുകാരോ ഒപ്പിച്ച പണിയാ. എവിടെ ചെന്നാലും മലയാളികൾ അവരുടെ സ്വഭാവം വിട്ട് കളിക്കില്ലല്ലോ, അതിന്റെയാ. വാ വാ. ദേ നോക്ക് ചാണ്ടി, നീ ഇങ്ങനെ വാചകം അടിച്ചോണ്ടിരുന്ന സീനിയർ നിന്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. എന്തുവാടേ വന്നപ്പോ തൊട്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക. സീനിയർ കുന്തം കുടച്ചക്കറുന്ന ആരുടെ ആള്? ദേ അങ്ങോട്ട് നോക്കി. എവിടെ? സാധാരണയായി ഞാൻ ആർക്കും കടം കൊടുക്കാറില്ല കേട്ടാ. സാധാരണയായി ഞാനും ആരോടും കടം മേടിക്കാറില്ല കേട്ടാ. അറിയാം, നിനക്ക് അർജന്റ് ആയതുകൊണ്ടാണ് തരണത്. പാസ്പോർട്ട് പണയം വെച്ചാ വാങ്ങണത്. ഓക്കെ, ഇതേ ആക്രാന്തോ ചൂടും ഈ പാസ്പോർട്ട് തിരിച്ചു വാങ്ങുന്നതിലും വേണം കേട്ടാ. 6-ാം തീയതിക്ക് വാ, 7-ാം തീയതിക്ക് വാന്ന് മറ്റുള്ളവരൊക്കെ മുൻകൂട്ടി പറയും. പക്ഷെ ഞാനങ്ങനെ പറയാറില്ല കേട്ടാ. എപ്പോൾ വന്നാലും വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് വന്ന് പണം തന്നിട്ട് പാസ്പോർട്ട് വാങ്ങിച്ചോണ്ട് പോയിക്കണം. എന്താ ചേട്ടാ 6 മണി? 6 മണിക്ക് മുമ്പ് വാ, അത്ര അറിഞ്ഞാൽ മതി. ഈ പണ്ടാരക്കാലിൽ ഇവിടെ ഉണ്ടോ? എന്താടാ ഫോട്ടോ നോക്കി സംസാരിക്കുന്നത്? അത് പിന്നെ എന്താടാ കോളിംഗ് ബെല്ല്? അവർ രണ്ടുപേരും വന്നു. രണ്ടുപേരുമോ? എനിക്ക് അർജന്റായിട്ട് ബാത്റൂമിൽ പോകണോടാ. എന്തിനല്ലടാ കുളിക്കാൻ. നോക്കിപ്പോ ആ സൈഡിലാ. കമ്മിങ് കമ്മിങ്. അയ്യോ, ചാണകം ചവിട്ടിയോ? മലേഷ്യയിലല്ല, അമേരിക്കയിൽ ചെന്നാലും ചാണകം തന്നെ ചവിട്ടിട്ട് വരും. ആരെ പെട്ടി? എന്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു സീനിയർ. നാട്ടിൽ നിന്ന്? അപ്പൊ സീനിയർ പറഞ്ഞാൽ ഇവിടെ നിർത്തുള്ളൂ. ചാണ്ടി, എടാ ചാണ്ടി, ഇവിടെ വാ. ഹലോ സർ, ഗുഡ് നൈറ്റ് സർ. ഐ ആം ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. ഇതെന്താ മുഖം കാണിക്കില്ല നിങ്ങൾ? അത് വേറൊന്നുമല്ല സർ, ഞാൻ തല തോർത്തുമായിരുന്നു, അതാ. ഇത് ശരിയാവില്ല. അലവീനെ എവിടുന്ന് കൂട്ടി പിടിച്ചു? ഇയാൾ റോട്ടിൽ കിടന്ന് കറങ്ങായിരുന്നു.
6 മണി കഴിഞ്ഞ പിന്നെ എല്ലാം മറവില്ലേ? 6 മണി കഴിഞ്ഞാൽ ഓർമ്മയില്ല അല്ലേ? ഓർമ്മയുണ്ട്. കാപ്പി കുടിച്ചത് 20 വെള്ളി, ട്യൂബ് ലൈറ്റ് ട്യൂബ് ലൈറ്റ് 40 വെള്ളി. എന്റെ മഹാഭാഗ്യം. ഇന്നെന്തിനൊരു സ്പെഷ്യൽ ട്രീറ്റ്? ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ഇന്ന് മുതൽ എനിക്ക് 300 വെള്ളി അധിക ശമ്പളം. ഓ, കൺഗ്രാറ്റുലേഷൻ. സീനിയർ സാർ, ഞാൻ കാല് കുത്തിയ ടൈം നിങ്ങളുടെ ബെസ്റ്റ് ടൈം.